എൽദോയായിട്ട് നല്ല കൂട്ടായിരുന്നോ? പിന്നെ എല്ലാവരും കമ്പനിയാണ്. ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും, സ്റ്റാൻഡിലുണ്ടാവും, ബിസ്ക്കറ്റ് മേടിക്കുന്നത്. പോയതൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? പഴയ വിഷമം ഉണ്ടാവും. നമ്മൾ വളർത്തിയാൽ പോലും ഇത്ര ഒരു ശരിയാകത്തൊരു പട്ടികുഞ്ഞിന് കിട്ടില്ല. അത്ര സ്നേഹസമ്പന്നമാണ്. നമ്മുടെ ഇവിടെ എല്ലാം മരിച്ചു കിടന്ന് വേറൊരു സ്ഥലത്താണ് കിടന്നത്. ഒരു തോട്ടില്ല, ഒരു ഗ്യാപ്പിലായിട്ട് അങ്ങനെ കിടന്നത്. തലേദിവസം വരെ കണ്ടിരുന്ന ആള് പിറ്റേ ദിവസം നമുക്ക് കാണാണ്ടായി. ബൈക്കിന് ഓവർ സൗണ്ടിൽ പൊട്ടിച്ചിട്ടുള്ള പരിപാടി കണ്ടല്ലോ, അവന് പുള്ളിക്കത് ഇഷ്ടമല്ല. അതല്ല കാറ് സൗണ്ട് വന്നാലും പുള്ളി പുറകെ ഓടും. കടയിലൊരു കേക്കുണ്ട്, അതാണ് പുള്ളിയുടെ മെയിൻ ഭക്ഷണം. ഇപ്പത്തെ പേരായിരുന്നു എൽദോ കേക്കെന്നും പറഞ്ഞാണ് അതിലിപ്പോ അറിയപ്പെടുന്നത്. പിന്നെ പുള്ളി നമ്മളിപ്പോ മൈൻഡ് ചെയ്യാണ്ട് ഇന്ന് കഴിയുകയാണെങ്കിൽ പുള്ളി നൈസായിട്ട് വന്നിട്ട് ഒരു ഇടി ഇടിക്കും. ആളെ പോലും ഉപദ്രവിച്ചിട്ടില്ല. കുട്ടികളോടായാലും ഭയങ്കര കെയറിങ് ആയിരുന്നു ആള്. വലിയ ആൾക്കാരായിട്ടും അതുപോലെ എല്ലാ വീടുകളിലും ചെല്ലും. നമസ്കാരം. എറണാകുളം എരൂർ നോർത്ത് കോഴിവെട്ടുംവിളി എന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ കണ്ട ഒരു കൗതുക കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാഴ്ച എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഈ നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു എൽദോ എന്ന് പറയുന്ന ഒരു നായക്കുട്ടി. 3 മാസങ്ങൾക്ക് മുൻപ് ആ നായക്കുട്ടി മരണപ്പെട്ടുപോയി. ഈ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരോട് ഏറെ സ്നേഹം പുലർത്തിയിരുന്ന ഒരു നായക്കുട്ടി ആയതുകൊണ്ട് ഇവൻ്റെ ഓർമ്മ നിലനിർത്താൻ ഇവരിവിടെ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ഇങ്ങനെ ഒരു നായക്കുട്ടിയുടെ ശില്പം വെച്ചിരിക്കുന്നത്? എന്താ കഥ? എന്താ ഇത് ഇവൻ്റെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 വർഷം മുമ്പ് ഇവനെ ഞാൻ ഇവിടുന്ന് സനലിന് വന്ന ചേട്ടനാണ് പുള്ളി എടുത്ത് അവിടെ ആ മരത്തിൻ്റെ ഇടയിൽ കിടന്നു വെച്ച സാധനം. ഭയങ്കര ഇതായിട്ട് കിടന്നു. ഒരു 6 മാസം പ്രായമൊക്കെ ഉണ്ടായുള്ളൂ അന്നേരം. അപ്പോൾ അങ്ങനെ പുള്ളിയെ എടുത്ത് ഇങ്ങനെ വളർത്തി പുള്ളി തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഇതാക്കിയെടുത്ത് അതിന് മേത്ത് ചെറിയ പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇത് ചെയ്ത് അതിങ്ങനെ വളർത്തിയപ്പോൾ പിന്നെ ലാസ്റ്റ് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇവൻ എല്ലാവരും ഒരു ആളെ പോലും ഉപദ്രവിച്ചിട്ടില്ല. കുട്ടികളോടായാലും ഭയങ്കര കെയറിങ് ആയിരുന്നു ആള്. വലിയ ആൾക്കാരായിട്ടും അതുപോലെ എല്ലാ വീടുകളിലും ചെല്ലും. അതാണ് പിള്ളേർ വണ്ടി ഇറങ്ങി കഴിഞ്ഞ് വന്നാൽ തന്നെ പിള്ളേരെ കൊണ്ട് ചില പിള്ളേരെ കൊണ്ടാക്കും. എൻ്റെ മക്കളുടെ വീട്ടിൽ പോകും. എൻ്റെ മക്കളുടെ വീട്ടിൽ കൊണ്ടാക്കും. 2 പിള്ളേരും വണ്ടി വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടാക്കി അവർ കൊടുക്കണ എന്തെങ്കിലും കഴിച്ചിട്ട് അധികം പോരും. അങ്ങനെ ഒരുമിക്ക എന്ത് പരിപാടി ഉണ്ടെങ്കിലും അങ്ങനെയുള്ള സ്ഥലത്ത് അറ്റൻഡ് ചെയ്തോളും. ആരും ഓടിച്ചും കളയില്ല, ഒന്നുമില്ല. ഈ പ്രോഗ്രാമൊക്കെ ഒരു കുഴപ്പമില്ല. പുള്ളി അതിൻ്റെ കൂടെ പിള്ളേരോട് ഓടിച്ചും വിടില്ല, എല്ലാവർക്കും അറിയാവുന്ന കാരണം അവരുടെ കൂടെ വേണമെങ്കിൽ നിൽക്കും. ഒരു കുഴപ്പമില്ല. പിന്നെ അത് മെയിനായിട്ട് ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സീബ്ര ലൈൻ കണക്കാക്കിയിട്ട് തന്നെ ക്രോസ് ചെയ്യുള്ളൂ. അപ്പുറത്താണെങ്കിലും അത് അപ്പുറത്തോളം നടന്നു വന്നിട്ടാണ് പിന്നെ അത് സാധനം ക്രോസ് ചെയ്യുന്നത്. ഇവിടുന്ന് പോയാൽ അതേപോലെയാണ് അത് നമ്മളെ പഠിപ്പിച്ചു തരും. എത്ര വർഷം ഇതുണ്ടായിരുന്നു ഇവിടെ? 12 വർഷമായി. ആ കുഞ്ഞായപ്പോൾ തന്നെ ഈ പൊള്ളൽ വന്ന പരണം കൊണ്ട് നിട്ടതാ. പിന്നെ മറ്റേ വന്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേ അങ്ങനെ വന്നതാണത്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് പിടിച്ചിട്ടാണല്ലോ കൊണ്ടു നിർന്നത്. അപ്പോൾ ആ പുള്ളിയാണ് പിന്നെ മെയിനായിട്ട് നോക്കി. പിന്നെ ചെറിയൊരു ആക്സിഡൻ്റൊക്കെ വന്ന് പിന്നെ മരുന്നിന് കൊണ്ടുപോലും കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാവരും ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും. ആ സംഭവം കുഴപ്പമില്ലാത്തൊരു ഇതായ കാരണം എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. ഇവിടെ കടയിലൊരു കേക്കുണ്ട്, അതാണ് പുള്ളിയുടെ മെയിൻ ഭക്ഷണം. ഇപ്പത്തെ പേരായിരുന്നു എൽദോ കേക്കെന്നും പറഞ്ഞാണ് അതിലിപ്പോ അറിയപ്പെടുന്നത്. പുള്ളിക്കൊരു കേക്ക് ഉണ്ട് ഇവിടെ. പാൽ കേക്ക് പോലത്തെ സംഭവം പോലെ തന്നെ. അത് വാങ്ങിച്ച് എല്ലാവരും കൊടുത്ത് പിന്നെ അതിന് ആ പേരായി എൽദോയുടെ ആ പട്ടിയുടെ പേര്. പുള്ളിക്ക് വിശപ്പ് ഉണ്ടെങ്കിൽ പുള്ളി അത് വാങ്ങിച്ച് കഴിക്കും, അല്ലെങ്കിൽ പുള്ളി എടുത്തു വന്നിട്ട് അവിടെ വല്ലയിടത്തും കുഴിച്ചിടും. ഇങ്ങനെയുണ്ട്, കുഴിച്ചിടും. ഇപ്പൊ വെച്ചേക്കണേന്റെ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് അത് മാന്തി കുഴിച്ചിടും. വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ടയായാലും ഇതായാലും എന്തായാലും വെച്ച് കുഴിച്ചിട്ടിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് അതുണ്ടാന്ന് പറയാൻ വേണ്ടി പിന്നെ വന്ന് തിരഞ്ഞു നോക്കി. എന്തെങ്കിലും പ്രത്യേക ഫുഡ് അല്ലാതെ കൊടുക്കുമായിരുന്നു ഇതിന്? ഇല്ല, അങ്ങനെ പൊറോട്ടയാണ് പുള്ളിക്ക്. ഒരു ഹോട്ടലിൽ നടത്തുന്ന പുള്ളിയുണ്ട്. പുള്ളി പിന്നെ ഒരു വീടും ഉണ്ട് സ്ഥിരമായിട്ടുള്ളത് അവർക്ക്. അവരുടെ 2 പെൺപിള്ളേരുണ്ട്. അവരാണ് മെയിനായിട്ട്. അവിടെ ഒരു പട്ടിയുണ്ട്, അതിൻ്റെ അടുത്തേക്ക് പുള്ളി വേറൊരു പട്ടിയും പോകില്ല. ഇവൻ മാത്രമേ അവിടെ പോവുള്ളൂ. പിള്ളേര് വന്ന് കണ്ടാൽ തന്നെ അപ്പൊ തന്നെ തുടങ്ങും. ബസ് ഇറങ്ങിയാലും അങ്ങോട്ട് കൂടെ അവിടം വരെ പോയി അവിടെ അങ്ങനെ ആക്കി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കില്ല. നല്ല ബന്ധമുണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും സ്വഭാവം അങ്ങനത്തെ ഇതൊന്നും ഇല്ല മെയിനായിട്ട്. അതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇല്ല, ഇത് വേറെ ഒരു കുറെ പേര് അതിന്റെ പുറത്ത് ചവിട്ടിയിട്ടൊക്കെ ഉണ്ട്, വണ്ടി കയറിയിട്ടുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ബൈക്കിന് ഓവർ സൗണ്ടിൽ പൊട്ടിച്ചിട്ടുള്ള പരിപാടി കണ്ടല്ലോ, അതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. അവന് പുള്ളിക്കത് ഇഷ്ടമല്ല. കുറെ ഓടും. അതുപോലെ കാറ് സൗണ്ട് വന്നാലും ഇടങ്ങേറ് സൗണ്ടുകളൊന്നും അങ്ങനത്തെ. അതുപോലെ ഈ ബസ്, ഈ 2 വീലർ പിള്ളേരുകൾ സൗണ്ട് സ്പീഡിലല്ല, സൗണ്ട്. പുള്ളിക്ക് സ്പീഡിന് പ്രശ്നമില്ല, സൗണ്ട് ഇഷ്ടമല്ല. ഭയങ്കര നമുക്ക് തന്നെ ഇറിറ്റേഷൻ ആണുള്ള രീതിയിലുള്ള സൗണ്ട് ഒന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി പുറകെ ഓടിച്ചോടും പുള്ളി. പിന്നെ ഇപ്പൊ പെരക്കാരാണെങ്കിലും പരിചയമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. പുറത്തുനിന്നല്ലാത്ത കാണാത്ത ടീമാണെന്നുണ്ടെങ്കിൽ കുര തുടങ്ങും, കേറ്റില്ല, ഓടിക്കും. ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അതാണ് എല്ലാവർക്കും ഒരു പ്രിയമായിട്ട് വരാൻ കാരണം തന്നെ.
പ്രായം ചെന്ന് തന്നെ മരിച്ചു പോയതാ? അല്ലല്ല, അതെന്തോ ഇത് പറ്റിയതാണത്. എന്താണെന്ന് ഞങ്ങൾക്കും ഇതല്ല, നമ്മുടെ ഇവിടെ അല്ല മരിച്ചു കിടന്ന് വേറൊരു സ്ഥലത്താണ് കിടന്നു വെച്ചത്. ഒരു തോട്ടില്ല, ഒരു ഗ്യാപ്പിലായിട്ട് അങ്ങനെ കിടന്നു വെച്ചത്. ആരും വലിയ ശ്രദ്ധിച്ചില്ല. അത് ആരും അവിടെയുള്ളവർ വിളിച്ചു പറഞ്ഞ് തലേദിവസം വരെ കണ്ടിരുന്ന ആൾ പിറ്റേ ദിവസം നമുക്ക് കാണാണ്ടായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ ഇവർ വന്ന് മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർ വന്നിട്ട് അവർക്ക് കണ്ട് അറിയണ സാധനമാണ് ആ കഴുത്തിലെ ബെൽറ്റ്. അവർ അങ്ങനെ കണ്ടിട്ട് ആ ബെൽറ്റ് നമ്മളിപ്പോ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വരുമല്ലേ, പേട അതൊക്കെ തന്നെ അവിടെ നിന്നോട് ഓടിച്ചൊന്നും പിടിക്കണ്ട, തന്നെ പോയി അത് തന്നെ വാങ്ങിച്ചോളും. പട്ടിപിടുത്തക്കാർ തന്നെയാണെങ്കിൽ തന്നെ അവരുടെ കൂടെ ഇന്ന് നടന്നോളും. അത് പേടിയൊന്നുമല്ല പുള്ളിക്ക്, അങ്ങനെ പുള്ളിനെ കൊണ്ടുപോകുന്നുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിരുന്നു സാധനം. സാധാരണ പട്ടികൾ ഇഞ്ചക്ഷൻ എടുക്കാൻ ഈ നെറ്റ് കണ്ടാൽ തന്നെ ഓടിക്കളയല്ലോ, ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് അവരുടെ കൂടെ കൂടിക്കളയും. അത് കാരണം അവർക്കും അറിയാം ഒരു ശല്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അവർ മുനിസിപ്പാലിറ്റി അവർ വന്നപ്പോൾ അവർക്ക് ഡൗട്ട്, ഈ ബെൽറ്റ് കണ്ടപ്പോൾ അവർക്ക് ഡൗട്ട് അടിച്ച്, അങ്ങനെയാണ് അവർ ഞങ്ങളെ വിളിച്ച് ഫോട്ടോ അടിച്ചായിരുന്നു. കൗൺസിലർ നമ്മുടെ അറിയാം. അപ്പോൾ അവർക്ക് ഡൗട്ട് അടിച്ചിട്ട് അവരങ്ങനെ തന്നെ ഫോട്ടോ അയച്ചു തന്നാൽ നമുക്ക് അവിടെ ചത്ത് കിടക്കണ കണ്ടിട്ട്. അത് അവിടെയുള്ള ആരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പട്ടി ചത്ത് കിടക്കുന്നു പറഞ്ഞിട്ട് കുഴിച്ചിടാൻ വേണ്ടി അവർ വിളിച്ചതാണ്. അപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമുക്ക് അയച്ചു തന്നെ കടിക്കുന്നതോർത്തെ കൈ മാറ്റി. ആ ഒറിജിനാലിറ്റിയുടെ ഒരു സാധനമാണ്. പിള്ളേരൊക്കെ ഭയങ്കര കാര്യമാണ്. പിള്ളേരൊന്നും ഒന്നും ചെയ്യില്ല. പിള്ളേരുടെ അടുത്ത് ഭയങ്കര സ്നേഹം പുള്ളി. പിന്നെ പുള്ളി നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് ഇന്ന് കഴിയുകയാണെങ്കിൽ പുള്ളി നൈസായിട്ട് വന്നിട്ട് ഒരു ഇടി ഇടിക്കും. നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും വർത്താനം പറഞ്ഞേ, പുള്ളി അവിടെ നിന്ന് നടന്നു തന്നെ. അല്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ വർത്താനം പറയുക എങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, ആ വന്ന വരവിന് നമ്മളൊരു തട്ട് കട്ടിയിട്ടൊക്കെ അങ്ങോട്ട് പൊക്കളയും. നൈസായിട്ടൊരു തള്ളലൊക്കെ തള്ളും നമ്മളെ. അങ്ങനെ ഇതാക്കി വന്നതാണ്. അതാണ് എല്ലാവർക്കും ഭയങ്കര കാര്യം. പിന്നെ ഇവിടെ ബോർഡ് എഴുതുന്ന രണ്ടുപേരുണ്ട്. അവരുടെ കൂടെ ആണെങ്കിലും ആ ബോർഡ് എഴുതി തീരണവരെ അവരുടെ കൂടെ ഇരുന്നോളും. ആ ബോർഡ് മറ്റേ ഇതാണ് വാർത്താ ബോർഡ് പോലെ. എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ? അത് 10-30 വർഷത്തോളം അവർ എഴുതണം. അവർ രണ്ടാമത് വന്നിട്ട് ബോർഡൊക്കെ സെറ്റ് ചെയ്യും. അത് വണ്ടി ഇടിച്ച് മൊത്തം കളഞ്ഞു. നേരത്തെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു സംഭവമായിരുന്നു. അത് പിന്നെ വണ്ടി ഇടിച്ച് പോയ പിന്നെ അവർ പണിത് കൊടുത്താ റെഡിയാക്കിയാണത്. അതാ എഴുത്ത് ഇപ്പോഴും നിന്നിട്ടില്ല. അവർ കൈയോടെ അത് കൊല്ലങ്ങളായിട്ടുണ്ട്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വാർത്താ ബോർഡുകളിൽ ഇടം പിടിച്ചിരിക്കണം അത് മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നണം. എല്ലാ ദിവസവും അവർ എഴുതും. ഒന്നരാടം അല്ലെങ്കിൽ അവർക്ക് മറ്റേ പുള്ളി വൈൽഡ് ലൈഫിൽ പോണ പുള്ളിയാണ്, ഈ വർഗീസ് എന്ന് പറഞ്ഞ പുള്ളി ടൈഗറിൻ്റെ ഇതാണ് പുള്ളിക്ക്. ഫോട്ടോയും ഇതെല്ലാം കൂടി പുള്ളി മരിച്ചിട്ട് ഇതിനെ എവിടെ കൊണ്ട് അടക്കിയേ? അത് അവര് തന്നെ, നമ്മളറിഞ്ഞില്ല. നമ്മളിത് കുഴിച്ചിട്ടതിന് ശേഷമാണ് നമുക്ക് ഫോട്ടോ അയച്ചു നമ്മൾ അറിയണം. അത് അറിഞ്ഞ നമ്മള് മെയിനായിട്ട് പാടും കൂടി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പാടും ഈ കഴുത്തിൽ ബെൽറ്റ് പറഞ്ഞ് നമുക്ക് അവര് പെട്ടെന്ന് ബെൽറ്റില് കണ്ടത്. അത് ഇവിടെ വന്നിട്ട് പിന്നെ ഉണക്കി മരുന്നൊക്കെ ഇട്ട് ഉണക്കി റെഡിയാക്കി എടുത്താണ് അത്. അതൊക്കെ ഇടങ്ങാറായിട്ട് അതാ വലുതാവും തോറും അതുപോലെ തന്നെ ആയി വന്നത് ആ പാട്. അപ്പൊ എല്ലാരും കൂടി പറഞ്ഞ് അങ്ങനെ ഒരെണ്ണം വെക്കാന്നും പറഞ്ഞാണ് ഇത് പോയി നിറഞ്ഞപ്പോ ഒരു സങ്കടമായല്ലോ. പിന്നെ ഇവിടെ നിന്ന് കരഞ്ഞവരുണ്ട്. ആ ചേച്ചിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ആ രണ്ട് പിള്ളേരുടെ അമ്മയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അതിന്റെ വീഡിയോ അവരെ അന്ന് ഇതും ഇതുപോലെ തന്നെ എടുക്കാൻ പോയിട്ട് അവര് ഈ പറഞ്ഞാലും ഭയങ്കര അവരിവിടെ വെച്ച് കയറാൻ വന്നിരുന്നാലും ഭയങ്കര ഇതായിട്ടുള്ള ഇതായിരുന്നല്ലേ. അതെ അതെ. പിന്നെ അതും ഈ പരിസരത്ത് വേറെ പട്ടികൾ വരാനും സമ്മതിക്കില്ല. അവന്റെ ഏരിയ വിട്ട് പൊക്കോളാം. പുള്ളിക്ക് അവിടെ ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡറിന്റെ അപ്പുറത്തേക്കും പുള്ളി പോകില്ല, അവിടെ നിന്നുള്ളവന്മാർ ഇങ്ങോട്ട് അടുപ്പിക്കില്ല. ആ ഏരിയ വിട്ട് ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വർത്തിക്കില്ല. കാരണം അവന്റെ ആ പവർ പോയാലെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പുള്ളി നല്ല കെയറിങ് ആയിരിക്കും. വേറെ പട്ടികളൊന്നും റോട്ടിലേക്ക് പോയാലും പുള്ളി ആറ്റി ഓടിച്ചു വിടും. ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അല്ല അത് മനപ്പുറം എല്ലാവരും അതിന് സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ പിന്നെ ഈ ഉണ്ടാക്കണ പുള്ളിനോടും പറഞ്ഞപ്പോൾ പുള്ളിക്കും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഈ ആ ഫോട്ടോ ഉണ്ടായിരുന്നല്ലേ? ഫോട്ടോ എൻ്റെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഫോട്ടോ എടുത്തു. അത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ നിന്നപ്പോൾ ഇവൻ ഇവിടെ നിൽക്കണേ. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചതാ ഫോട്ടോ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പരിപാടികളൊക്കെ മൈൻഡ് ഇടാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ ഉണ്ടാക്കണ ഒരു ഫോട്ടോ ഇല്ലാതെ പറ്റില്ലല്ലോ. അതെ അതെ അതെ. ഈ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചതാ. കൃത്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ വേണം. ഇത് ഞാൻ എടുത്ത് വെച്ച ഫോട്ടോ ഇവിടെ വെച്ച് ഇവിടെ നിന്ന് വെച്ചത്. ഈ പോസ്റ്റിന്റെ അവിടെ ഈ പോസ്റ്റിൽ നിന്ന് വെച്ചത്. ആ സെയിം അത് തന്നെ. ഒരു ഒന്നും നോക്കാൻ മാറാനില്ല. അതിന്റെ ഫ്ലെക്സ് ഇതാ അതിന്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ആ ബോർഡിന്റെ അപ്പുറത്ത്. ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇത് ഉണ്ടാക്കാൻ കൊടുത്തിട്ട് അന്ന് മാറ്റിയാൽ പറഞ്ഞ ഫ്ലെക്സ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാറ്റിയത്. ഇത് പോയതിനു ശേഷം വേറെ പട്ടിക്കുട്ടികൾ വരികയോ അങ്ങനെ ഇങ്ങനത്തെ പറഞ്ഞാൽ കിട്ടാൻ പട്ടികളോട് ഇഷ്ടം പോലെ ഉണ്ട്. ആരും ഇല്ലെങ്കിലും വെറുതെ അതിനെ ഇങ്ങനെ കളിപ്പിച്ച് തോണ്ടി ഇങ്ങനെ കളിച്ചിട്ടിരിക്കുന്ന സമയമുള്ള അവൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മലക്കൊക്കെ കാണിക്കും. വേറെ ഒരു ഇതുണ്ട്,
ദീപു എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും പിടിച്ച് ചവിട്ടുന്നു ഇങ്ങനെ കാലുകൊണ്ട്. പക്ഷെ ഒന്നും ചെയ്യില്ല. പുള്ളിക്ക് കളിക്കാൻ വേണ്ടി പുള്ളി അപ്പോൾ ഇങ്ങനെ അപ്പം മനഃപൂർവ്വം മലന്ന് നടന്നു കൊടുക്കും. മെയിൻ ശത്രു എന്ന് പറഞ്ഞാൽ ഓന്തിനെ കളാണെങ്കിലും ചുറ്റിന് നടന്ന് പിടിച്ച് താഴ്ത്തിട്ട് കൊല്ലില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൂച്ച തട്ടിക്കളിക്കാരെ തട്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ചെറിയൊരു കാലമല്ലല്ലോ. വളരെ കുഞ്ഞിലെ തന്നെ വന്ന് അങ്ങനെ ചോറ് തിന്നലൊക്കെ കുറവായി. ബിസ്ക്കറ്റ്, പൊറോട്ട, ഇപ്പൊ ഇനി പറഞ്ഞ മെയിനായിട്ട് ആ കേക്കിന്റെ ഇത് തന്നെയാണ് പുള്ളിക്ക്. അല്ലാണ്ട് തന്നെ ഫുഡ് മറ്റേ പുള്ളിക്ക് ഇപ്പൊ ഇവിടെ മറ്റേ കാറ്ററിംഗ് നടത്തുന്ന പുള്ളിയുണ്ട്. പുള്ളിക്ക് അറിയാം കറക്റ്റ് ടൈമിന് അവിടെ ഇവിടെ ഒക്കെ ചെയ്യുന്ന പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ. പുള്ളിക്ക് വശപ്പുണ്ടെങ്കിൽ എവിടെയാണ് പുള്ളി നിൽക്കണ ആ വശത്തേക്ക് പുള്ളി പോകും ആ സമയത്ത്. ഭയങ്കര ഇത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ ഏത് പിള്ളേർ പോയാലും ഈ സാധനം വാങ്ങിച്ചു കൊടുക്കാതെ പോകില്ല. ഇപ്പൊ ബസ് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് പിള്ളേരാണെങ്കിലും പോകുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം ഭയങ്കരമാണ്. നമ്മളോട് നമ്മുടെ വീട്ടിലൊരാൾ നഷ്ടപ്പെട്ട ഒരു വേദന പോലെ ഫീൽ ചെയ്യും. എന്റെ പേരിട്ട ആൾ വരെ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അത് പേരിട്ട എൽദോന്ന് പേരിട്ടെ. അത് ആ പുള്ളി ഇവിടെ രണ്ടുപേരുണ്ട്. ഇവിടുത്തെ വീട്ടിലും ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ട്, എൻ്റെ ഒരു ചേട്ടനുണ്ട്. അവർ രണ്ടുപേരും കൂടെയാണ് ഇതിന്റെ. അതുങ്ങളും ഭയങ്കര എല്ലാവരുടെ കമ്പനിയാണല്ലോ. അപ്പോൾ അവരിങ്ങനെ ഇത് ദിവസം അടിച്ച് നല്ല സെറ്റാക്കുമ്പോഴാണ് ഇവനൊരു പേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ ചെയ്ത പണിയാണ് അത് എൽദോന്ന്. അതറിയാം. ഇതൊക്കെ കെട്ടിയത് അവർ തന്നെയാണ്. അവരുണ്ട് ആ ഈ പറഞ്ഞ പേരിട്ട ആൾ തന്നെ. അവർക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു, വിഷമം. ഒക്കെ കരച്ചിലായിരുന്നു 2 ദിവസമൊക്കെ ഇവിടെ. എൽദോയായിട്ട് നല്ല കൂട്ടായിരുന്നോ? പിന്നെ എല്ലാവരും കമ്പനിയാണ്. ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും, സ്റ്റാൻഡിലുണ്ടാവും, ബിസ്ക്കറ്റ് മേടിച്ചെടുക്കും. പോയതൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? പഴയ വിഷമം ഉണ്ടാവും. എങ്ങനെയായിരുന്നു? ഞങ്ങളൊരാളായിരുന്നു അവൻ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു, പ്രിയപ്പെട്ടവൻ. ഇവിടെ എല്ലാവർക്കും അതെ, ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടവൻ. ആ കടയിലെ കേക്കാണ് അവൻ്റെ മെയിൻ സാധനം. എൽദോ കേക്കായി, പാൽ കേക്ക് അവസാനം എൽദോ കേക്കായി. ഇനി ഇങ്ങനെ ഒരാൾ വരാനില്ല. എൽദോയെ കുറിച്ച് എന്താ പറയാനുള്ളത്? എൽദോയെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയാനുള്ളത്. ഞങ്ങളൊരു 14 വർഷമായിട്ട് അവന് ശരിക്കും ഇവിടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ അനിൽ എന്ന് പറഞ്ഞവർ കൊണ്ടുവന്ന് നോക്കി സംരക്ഷിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ പട്ടിവർത്തക്കാർ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. അവന് തീരെ വയ്യായിരുന്നു. അവന് ഇറച്ചിയും പൊറോട്ടയും ഇതെല്ലാം മേടിച്ചു കൊടുത്ത്, പാലൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നല്ല പരുവത്തിലായി. അവനിപ്പോൾ ഒരു 14 വർഷം എല്ലാവർക്കും ഇവിടെ പ്രിയപ്പെട്ടവനായിട്ട് ഉണ്ടായിരുന്നതാണ്. അവൻ്റെ ചെറുപ്പ സ്ഥലമാണ് അത്. അവന് ഇവിടെയുള്ള പിള്ളേരോടായാലും എല്ലാവരോടുമായിട്ട് നല്ല സ്നേഹമായിരുന്നു. എല്ലാവരും ബഹുമാനിച്ചായിരുന്നു. ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. കടിച്ച് ഞാൻ തന്നെ 8 പ്രാവശ്യം ചവിട്ടിയിട്ടുണ്ട്. പക്ഷേ അവൻ നോക്കും, എൻ്റെ അടുത്ത് നോക്കും ഇങ്ങനെ ആളെ. അവന് മനസ്സിലായിട്ടൊന്നും അറിയില്ല. അത് അവിടെ തന്നെ അവൻ കിടക്കും. അതിന് ഇവിടെ ഉള്ളവരാണ് ഞങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് അവനവിടെ വന്ന് കിടക്കും, അടുത്തിരിക്കും. അവിടെ വന്ന് കിടക്കും. വേറെ പുറത്തുള്ളവരാണെങ്കിൽ ഒന്നും കിടക്കില്ല. ചില പെണ്ണുങ്ങൾ വന്നാലും ഇവിടെയുള്ള പെണ്ണുങ്ങൾ വന്നാലും അവിടെ ഇരിക്കും. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും ഒരു ഗുണങ്ങളല്ലാണ്ട് ഒരു ദോഷം അതിനെപ്പറ്റി പറയാറില്ല. അത്ര സ്നേഹസമ്പന്നനാണ്. പക്ഷേ ഓട്ടോറിക്ഷക്കാരാണ് ഇതിന് കൂടുതലും സഹകരിച്ചു. ഒരു ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അതിന് വിശപ്പ് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇവിടെ വന്നതിന് ശരിക്കും ഭാഗ്യം ചെയ്തൊരു പട്ടി കിട്ടും. ഒരു വീട്ടുകാർ വളർത്തിയ പോലെ ഇത്ര സന്തോഷം ഉണ്ടാവില്ല. അത്ര ഇവിടെ അത് തന്നെ അവൻ ഒരു സ്നേഹമുള്ള വീടുണ്ടെങ്കിൽ അവൻ അവിടെ ചെല്ലും, വീടുകളിൽ പോവും. അത്ര സ്നേഹമുള്ളവരുടെ വീട്ടിൽ പോയി അവിടെ ചെന്ന് കുറേ നേരം കിടക്കും. അവരോട് ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കഴിച്ചിട്ട് പോരും. അത് നല്ല തിരിച്ചറിവെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ വളർത്തിയാൽ പോലും ഇത്ര ഒരു സ്നേഹത്തിലൊരു പട്ടികുഞ്ഞിന് കിട്ടില്ല. അത്ര സ്നേഹസമ്പന്നനാണ്. എങ്ങനെയോ ഒരു വീട്ടിലവൻ പോകാറുണ്ട്, അത് സ്ഥിരം പോണതാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പോയി കിടക്കും. 12 ചെല്ലും. അവർ ഭക്ഷണം കൊടുക്കും. ഒരു പെങ്കച്ചു അമ്മയുണ്ട്. അപ്പോൾ അവരൊക്കെ വലിയ താല്പര്യമായിട്ട് അതുങ്ങളെ ചെന്ന് കണ്ടില്ലെങ്കിൽ അവിടെ പോകും. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരും. ഇതെല്ലാ രീതിയിലൊക്കെ ചെയ്തു. അന്നൊരു ദിവസം അവരുടെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ആ കൊച്ചി അവിടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ വർക്ക് ചെയ്യണ പരിപാടിയുണ്ട്. അപ്പോൾ അത് വന്ന് വിളിച്ച് ഭക്ഷണം കൊടുത്ത് ഇവിടെ ഭക്ഷണം കഴിക്കാനില്ല. പിന്നെ വെള്ളം കൊടുത്ത് വെള്ളവും കഴിക്കും. എക്കളാണ് വന്നത്. അത് കഴിഞ്ഞ് അവൾ കമ്പ്യൂട്ടർ ജോലി വാങ്ങണം. അത് കുടിക്കടാന്ന് പറഞ്ഞ് കുടിച്ച് അവൾ അകത്തേക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോൾ പട്ടികൾ കാണാനില്ല.
അത് പിന്നീടാണ് അറിയണം. മുനിസിപ്പാലിറ്റിക്കാർ കുഴിച്ചിടാൻ വേണ്ടി കത്തേഴ് കുഴിച്ചിടാൻ വേണ്ടി വിളിച്ചപ്പോൾ ഇവിടുത്തെ കൗൺസിലർ അറിയിക്കണമല്ലോ. അത് വെറുതെ കുഴിച്ചിട്ടാലും പറ്റില്ല. പിന്നെ കൗൺസിലർ അറിയിച്ച് ആ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞ് കൗൺസിലറാണ് പറഞ്ഞത് ഇന്നൊരു സംഭവം ഉണ്ടാകും, മരണപ്പെട്ടു പോയി. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും അറിഞ്ഞത്. അത് ഭയങ്കര ഒരു ദരിദ്രാവസ്ഥയായിരുന്നു. പിന്നെ അവരൊന്നും കണ്ടില്ല. കാണിച്ച് ഒരുപാട് പണികളൊക്കെ എടുത്തു. അപ്പോൾ അത് അവൻ്റെ ഒരു രൂപം ഇവിടെ സ്ഥാപിക്കണമെന്ന് അങ്ങനെ എല്ലാവർക്കും അവർക്കൊരു താല്പര്യം വന്നു. അങ്ങനെ ചെയ്ത പണി സറാക്കോട്ട ജയിൽ എന്ന് പറഞ്ഞ അവൻ്റെ ചേട്ടൻ്റെ മകനൊക്കെ കൂടിയാണ് ഇത് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ നല്ല രീതിയിലൊക്കെ ചെയ്ത് വലിയ ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. എല്ലാ ചാനലുകാരും വന്നൊക്കെ എടുത്തിട്ട് എന്തായാലും എൽദോ ഇനി ഇവിടെ ഉണ്ടാവും. എൽദോ ഇവിടെ ഉണ്ടാവണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. അവനങ്ങ് അത്രക്കൊരു പ്രിയപ്പെട്ടവനായിരുന്നു. നാട്ടുകാരുടെ ഏറെ പ്രിയപ്പെട്ടവനായ എൽദോയ്ക്ക് അവർ ഉചിതമായൊരു സ്മാരകം തന്നെ നിർമ്മിച്ചു. എൽദോ ഈ മണ്ണ് വിട്ടുപോയിട്ടും അവൻ്റെ ഓർമ്മകൾ ഇവിടെ എങ്ങും നിറയുകയാണ്.